സ്ത്രീകൾ കാണാൻ ഭയപ്പെടുന്ന തെയ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വടക്കേ മലബാറിലെ കാവുകളിൽ കെട്ടിയാടുന്ന പ്രധാന തെയ്യക്കോലങ്ങളിലൊന്നാണ് കരിഞ്ചാമുണ്ടി തെയ്യം. സ്ത്രീകൾ കാണാൻ ഭയപ്പെടുന്ന തെയ്യമാണ് കരിഞ്ചാമുണ്ടി തെയ്യം എന്ന് പൊതുവെ പറയാറുണ്ട്. വിളക്കുകൾ അണച്ച് തീപ്പന്തങ്ങൾ കത്തിച്ച് ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടി പുറപ്പെടുമ്പോൾ ഭക്തർ ഭയപ്പെട്ട് കരയുന്നതും ഉറഞ്ഞു തുള്ളുന്നതും പല കളിയാട്ടവേദികളിലും കാണാൻ കഴിയും. അസുരന്മാരായ ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിക്കാൻ ശക്തി പരമേശ്വരിയുടെ നെറ്റിത്തടത്തിൽ നിന്നും ജന്മമെടുത്ത കാളി രൂപമാണ് കരിഞ്ചാമുണ്ടി എന്നാണ് മൂലസങ്കല്പം. ആ ഉഗ്രരൂപത്തിന്റെ കറുത്ത നിറമാണ് കരിഞ്ചാമുണ്ടി എന്ന പേര് വരാൻ കാരണം. അസുര നിഗ്രഹത്തിന് ശേഷം ദേവി ഭൂമിയിലേക്ക് ഇറങ്ങി. പാണ്ഡ്യദേശത്ത് സ്ഥാനമുറപ്പിച്ച ദേവി പിന്നീട് കുടകുമലയിലേക്ക് പോയി. കുടകുമലയിലെ പായത്തുദേശത്തെ ആദിവാസി മൂപ്പനായിരുന്നു ചെറുപറമ്പൻ കറുത്ത കേളൻ. ഒരിക്കൽ ചെത്തിയ പനങ്ങളുമായി വന്ന കേളൻ വഴിയിൽ വെച്ച് ഉഗ്രരൂപിയായ കരിഞ്ചാമുണ്ടി അമ്മയെ കണ്ടുമുട്ടി. ഭയന്നുപോയ കേളൻ പ്രാണരക്ഷാർത്ഥം രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന കള്ള് ദേവിക്ക് ഭക്തിപൂർവ്വം സമർപ്പിച്ചു. കേളന്റെ സമർപ്പണത്തിൽ സന്തുഷ്ടയായ ദേവി ആ സ്ഥലം തന്റെ ആദിമൂല സ്ഥാനമാക്കി മാറ്റാൻ ആഗ്രഹിച്ചു. അതേ തുടർന്ന് ആ സ്ഥലത്തിന്റെ ഉടമ പയ്യന്നൂരിലെ പുതിയിടത്ത് തമ്പുരാന്റെ അടുത്തേക്ക് ദേവി ചെന്ന് ദർശനം നൽകുകയും ചെയ്തു. പിന്നീട് ദേവി ആലക്കോടിനടുത്ത് തടിക്കടവിലുണ്ടായിരുന്ന ഒരു പെരുവണ്ണാന്റെ കുടുംബത്തിലെത്തുകയും തറവാട്ട് മുത്തശ്ശി ദേവിക്ക് കുടിക്കാൻ പാൽ നൽകുകയും ചെയ്തു. അതിൽ സംപ്രീതയായ ദേവി അവരെ അനുഗ്രഹിച്ചു പോവുകയും രാത്രി പെരുവണ്ണാന്റെ സ്വപ്നത്തിൽ ദർശനമായി വന്ന് തന്റെ തെയ്യക്കോലം കെട്ടിയാടിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പായത്തുമലയിൽ താമസിച്ചിരുന്ന ആലി എന്ന മാപ്പിളയുമായി ബന്ധപ്പെട്ട ഒരു യക്ഷി ദേവതാ സങ്കല്പമായും കരിഞ്ചാമുണ്ടിക്ക് കഥ പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ കഥ അല്പം വ്യത്യാസത്തോടെ പുളിങ്ങോം എന്ന സ്ഥലത്തെ കലന്തൻ മുഖറിയുടെ കഥയുമായി ബന്ധപ്പെട്ട് മാപ്പിള ചാമുണ്ടി എന്ന തെയ്യത്തെക്കുറിച്ച് പറയാറുമുണ്ട്. ശുംഭ നിശുംഭാസുരന്മാരുടെ ഏറ്റുമുട്ടുന്ന പരാശക്തിയാണ് കരിഞ്ചാമുണ്ടി എന്നും സോമേശ്വരി ദേവിയുടെ പരിവാര ദേവിയാണ് കരിഞ്ചാമുണ്ടി എന്നും തുടങ്ങി നിരവധി ഐതിഹ്യകഥകളും നിരവധി വേർഷൻസും ഈ തെയ്യക്കോലത്തിനുണ്ട്. ഉഗ്രരൂപിയായ കരിഞ്ചാമുണ്ടി തെയ്യത്തിന് പല ദേശങ്ങളിലും വ്യത്യസ്തതരം അവതരണങ്ങളും നിലവിലുണ്ട്. തെയ്യപ്രേമികൾക്ക് തീർച്ചയായും ഒരു കാഴ്ച വിരുന്ന് തന്നെയാണ് കരിഞ്ചാമുണ്ടി തെയ്യം.